ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർന്നു. ഹല്ലേലൂയ. Holy Spirit, in the name of Jesus. ആമേൻ. സ്തോത്രം. എൻ്റെ ദൈവം എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി എൻ്റെ അപ്പ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കണം. എൻ്റെ കർത്താവേ എന്ന് പറയുമ്പോൾ അത്രയും ആഴമായി കർത്താവിലേക്ക് ഇറങ്ങണം. എത്ര പേർക്കത് ഇറങ്ങുവാൻ സാധിക്കുന്നു? അതിലൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഈ വചനം ധ്യാനിച്ച് യേശുവേ എൻ്റെ അടുത്തേക്ക് വരണമേ, എൻ്റെ അപ്പനായി മാറണമേ, അപ്പ ആ അവകാശം എനിക്ക് നൽകണമേ. ആമേൻ. സ്തോത്രം. അത് പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിലിരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ രോഗമാവാം, നമ്മുടെ അവസ്ഥയാവാം, ബന്ധനങ്ങളാവാം, സാമ്പത്തിക കെട്ടുകളാവാം, എന്ത് കാര്യത്തിലും നമ്മൾ യേശുവിനോട് കൂടെ ചേർന്ന് നമ്മൾ പോകുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് വിടുതൽ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം. സ്തോത്രം. കർത്താവിൻ്റെ ധനം എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കുവാൻ സാധിക്കാൻ പറ്റാത്തതാണ്. ആമേൻ. സ്തോത്രം. സ്വർഗം അങ്ങയുടെ സിംഹാസന, ഭൂമി അങ്ങയുടെ പാദപീഠം. ആമേൻ. സ്തോത്രം. ആ ധനമാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി വരും. ധനം എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ആമേൻ. ദൈവത്തെ എൻ്റെ അരൂപി എല്ലാവരുടെ മേൽ ഇറങ്ങട്ടെ. അത് നമുക്ക് പൂർണ്ണത വരണമെങ്കിൽ ക്രിസ്തു എന്ന പാറ, ആ പാറയിൽ ആശ്രയിക്കുമ്പോഴാണ് പൂർണ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. യേശുവേ കർത്താവേ, അന്ധനായവരും എല്ലാവരും പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കനിയണമേ. യേശു ഒന്ന് തൊട്ടതേ ഉള്ളൂ. യേശു ഒന്ന് അവരെ മനസ്സിലാക്കി വിടുതൽ കൊടുത്തതേ ഉള്ളൂ. യേശു കണ്ടതേ ഉള്ളൂ. പൂർണ്ണ വിടുതൽ ലഭിച്ചു. ആ അവസ്ഥ എല്ലാവരുടെ മേൽ പൂർണ്ണമായി ഇറങ്ങുവാൻ ആ കർത്താവ് നിങ്ങളുടെ അവസ്ഥയെ പൂർണ്ണമായി തീർത്തു തരും. പൂർണ്ണതയാണ്. ഒരിക്കലും ഒരു തുണ്ടായിട്ടോ കുറച്ചായിട്ടുള്ള കാര്യമില്ല. പൂർണ്ണത അത് യേശുക്രിസ്തുവിൽ കൂടെ എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാ വഴിയും ദൈവം ആഴമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. താങ്ക് യു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ.